മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിത്യജീവൻ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ എന്നും ആഗ്രഹിക്കുന്നവരാണ്. ദൈവ കരുണയുടെ അഭിഷേകം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം പറയുന്നുണ്ട്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം എന്നുള്ളത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അനുതാപമാണ് ദൈവകരുണയുടെ വലിയ കൃപയെന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കുന്നത് ഈ അനുതാപത്തെക്കുറിച്ചാണ്. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, പാപം ചെയ്യുന്നത് മാനുഷിക ബലഹീനതയാണ്. ഒരു വ്യക്തിയിൽ ഒരു ബലഹീനത ഉണ്ടാകുന്നതാണ് പാപത്തിൻ്റെ അവസ്ഥ. എല്ലാവർക്കും പാപം ചെയ്യാനുള്ളൊരു ബലഹീന അവസ്ഥയുണ്ടാകും. എന്നാൽ പാപത്തിൽ തുടരുന്നത് പൈശാചിക ബന്ധനമാണ്. ഒരു വ്യക്തി ഒരു പാപം ചെയ്തു കഴിഞ്ഞ് അതിനെക്കുറിച്ചൊരു അനുതാപമില്ലാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ ആ പാപ അവസ്ഥയിൽ തന്നെ ജീവിതം തുടരുന്ന അവസ്ഥയാണ് പൈശാചിക ബന്ധനം എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ വിളിച്ചു വരുത്തിയ ഈ തിന്മയെ പുറത്താക്കണം. അതിനുള്ളതാണ് അനുതാപം എന്ന കൂദാശ, അല്ലെങ്കിൽ കുംഭസാരം എന്ന മഹത്തായ ആത്മീയ കൃപയുടെ കൂദാശ നമുക്കുള്ളത്. പിന്നെ പാപശീലം ഉപേക്ഷിക്കുന്നത് ദൈവിക പുണ്യമാണ്. ഒരു വ്യക്തി തൻ്റെ പാപം അറിഞ്ഞു മനസ്സിലാക്കി അത് ഉപേക്ഷിക്കുമ്പോൾ ആ വ്യക്തിക്ക് പുണ്യമായിട്ട് മാറും. അതൊരു കൃപയായിട്ട് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമായിട്ട്. അതുകൊണ്ടാണ് ഈ വചനം പറഞ്ഞത്, ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവർ, എന്താണ് ഈ അനുതാപം? അനുതാപം, താപം എന്ന് പറഞ്ഞാൽ ചൂടാണ്. അനുതാപം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ചൂടിനോട് എൻ്റെ ജീവിതത്തിൻ്റെ ചൂട് ചേർത്ത് വയ്ക്കുക. ഞാനാകുന്ന വ്യക്തിയിലുള്ള പാപത്തിൻ്റെ അസ്വസ്ഥതകളെ കർത്താവാകുന്ന അല്ലെങ്കിൽ ദൈവമാകുന്ന ചൂടിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ചൂടിനോട് എൻ്റെ ശരീരത്തിൻ്റെ താപം ഒന്നായി തീരുമ്പോൾ അനുതാപമായിട്ട് മാറും. പലപ്പോഴും ഞാൻ എൻ്റെ അവസ്ഥയിലാണ് ഈ താപത്തിൽ നിൽക്കുന്നത്, എന്നാൽ ദൈവത്തിൻ്റെ ചൂടിനോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ചൂടും ദൈവത്തിൻ്റെ ചൂടും ഒന്നായിത്തീരും. അപ്പോൾ ഞാനും മറ്റൊരു ക്രിസ്തുവായിട്ട് മാറും. അതാണ് യഥാർത്ഥത്തിൽ ഒരു അനുതാപത്തിൽ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മളെല്ലാം കുമ്പസാരിച്ചും പാപം ഏറ്റുപറഞ്ഞു വരുമ്പോഴും അതിലൊരു അനുഭവ തലത്തിൽ നമുക്ക് വളരാൻ സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വിട്ടുപോകുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ വിട്ടുപോകുന്നില്ല. കാരണം യഥാർത്ഥമായ ഒരു അനുതാപം, നല്ലൊരു കുമ്പസാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അനുതാപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് അരുൾ ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കൽ തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്, ശിക്ഷ പിൻവലിക്കുവാൻ സദാ സന്നദ്ധനുമാണ്. ദൈവം പറയുകയാണ്, നീ നിന്റെ പാപം ഏറ്റുപറഞ്ഞ് തിരിച്ചു വന്നാൽ ആ സമയം തന്നെ നിന്റെ പാപത്തിൻ്റെ ശിക്ഷ പിൻവലിക്കാൻ ഞാൻ സദാ സന്നദ്ധനാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അനുതാപമുള്ളൊരു ഹൃദയം ദൈവത്തിൻ്റെ വലിയൊരു തുറവിയുടെ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ഭവനമായിട്ട് മാറും. അല്ലെങ്കിൽ അടയ്ക്കപ്പെട്ട, അല്ലെങ്കിൽ എല്ലാം കൊണ്ട് മുറിവേറ്റപ്പെട്ട ഒരു ഭവനമായിട്ട് അത് മാറും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ശിക്ഷ പിൻവലിക്കാൻ തയ്യാറായ ദൈവത്തിന് മുന്നിൽ അനുതാപമുള്ള ഒരു ഹൃദയത്തോടെ നമ്മൾ മാറുക. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 19-ാം വാക്യം പറയാം, അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ, പശ്ചാത്താപത്തിൽ തിരിച്ചു വരുമ്പോൾ ദൈവ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാകും. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുതാപത്തിൻ്റെ ഹൃദയം നമുക്ക് വേണം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരമാണ് അനുതാപത്തെക്കുറിച്ച് പറയുന്നത്, പാപം പറഞ്ഞ് നാം മടുത്തു പോയിട്ടുണ്ടെങ്കിലും ദൈവം ക്ഷമ തന്നിട്ട് നമ്മിൽ നിന്ന് മടുത്തിട്ടില്ല. പാപ പറയുകയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, നീ പാപം പറഞ്ഞു മടുത്തു, കാരണം കുറേ നാളുകളായി ഇത് കുമ്പസാരിക്കാൻ തുടങ്ങി, എന്നാൽ ക്ഷമ തന്ന് നിന്റെ ദൈവം മടുത്തിട്ടില്ല. അതുകൊണ്ട് ക്ഷമ തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നിന്റെ നല്ല കുമ്പസാരങ്ങൾ ഒരിക്കലും മടുപ്പ് തോന്നുന്ന കുമ്പസാരമായിട്ട് നിനക്ക് മാറില്ല. കാരണം നിനക്ക് തന്നെ ആ പാപം ഉപേക്ഷിക്കണമെന്നൊരു ആഗ്രഹം നിന്റെ മുന്നിൽ. അതാണ് യഥാർത്ഥത്തിൽ ഒരു അനുതാപം എന്ന് പറയുന്നത്. വിശുദ്ധ മദർ തെരേസ പറയുന്നുണ്ട്, ചില വിശുദ്ധർ തങ്ങളെപ്പറ്റി തന്നെ ഭീകര കുറ്റവാളികളായിട്ട് വിവരിക്കുന്നുണ്ട്. കാരണം അവർ ദൈവത്തെ കണ്ടു, അവർ തങ്ങളെ തന്നെ കണ്ടു, അവർക്ക് ആ വ്യത്യാസം മനസ്സിലാക്കി. മദർ തെരേസ പറയുകയാണ്, ചില വിശുദ്ധര് ഭീകര കുറ്റവാളികളായിട്ട് തന്നെ അവർ സ്വയം വെളിപ്പെടുത്താറുണ്ട്. ഞാൻ ഈ ലോകം കണ്ട ഏറ്റവും വലിയ പാപിയായിട്ട് ചില വിശുദ്ധര് അവരുടെ ജീവിത ചരിത്രത്തിൽ
പറഞ്ഞു വയ്ക്കാറുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവർക്ക് അങ്ങനൊരു ബോധ്യം കിട്ടിയത് അവർ ദൈവത്തെ കണ്ടു. കാരണം ദൈവമാകുന്ന ആ താപത്തെ അവർ കണ്ടു. എന്നാൽ അവരെ തന്നെ കണ്ടു. അങ്ങനെ ഈ രണ്ട് കാഴ്ചകൾ ഒരുമിച്ച് ചേർത്തപ്പോൾ അവർക്ക് അവരുടെ വ്യത്യാസം മനസ്സിലായി. ഞാൻ ദൈവത്തിൽ നിന്ന് എത്ര അകലെയാണ്, ഞാൻ ദൈവത്തിലേക്ക് അടുക്കാൻ ഇനി എന്തോരം യാത്ര തിരിക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മളും തിരിച്ചറിയണം, ഇങ്ങനൊരു കാഴ്ചപ്പാട് നമുക്കില്ല. നമ്മൾ കുമ്പസാരിക്കുന്നത് പലപ്പോഴും നമുക്ക് കുറേ നേട്ടങ്ങൾ കിട്ടാനാകരുത്, മറിച്ച് ദൈവത്തെ കണ്ടുമുട്ടാനായിരിക്കും. കുമ്പസാരം ഒരു ഉടമ്പടിയാണ്, ദൈവത്തോട് മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ളൊരു ഉടമ്പടി. അതുകൊണ്ടാണ് ഈശോ ബെത്സയിദ കുളക്കരയിലെ തളർവാദ രോഗിയേക്ക് എഴുന്നേൽപ്പിച്ചപ്പോൾ ഈശോ ചോദിച്ചു, നീ മേലിൽ പാപം ചെയ്യില്ലെങ്കിൽ നീ എഴുന്നേറ്റ് നടന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ വേണം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം പറയുന്നുണ്ട്, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടായിരിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സ്വർഗം സന്തോഷിക്കണമെങ്കിൽ നമ്മൾ അനുതാപം വേണം. നമ്മൾ ഒത്തിരി മുട്ടുകുത്തി ജപമാല ചൊല്ലുമ്പോഴല്ല സ്വർഗത്ത് വലിയ സന്തോഷമുണ്ട്. സ്വർഗത്തിൽ സന്തോഷമില്ലെന്നല്ല അച്ഛൻ പറയുന്നത്, അതിനേക്കാൾ വലിയ സന്തോഷം. നീ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് കൊണ്ട് മാത്രം സ്വർഗം സന്തോഷിക്കില്ല. അനുദപിച്ച് വിശുദ്ധ ബലിയർപ്പിച്ച് കുർബാന സ്വീകരിക്കുമ്പോൾ അത് സ്വർഗത്തിന് സന്തോഷമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഒത്തിരി പേർക്ക് പണസഹായം കൊടുക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഈ അനുതാപത്തിൻ്റെ കൃപയുണ്ട്. ഈശോ കൃത്യമായിട്ട് പറയുക, അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. ഒരു വീട്ടിൽ 7 പേരുണ്ട്, 3 പേരുണ്ട്, 5 പേരുണ്ട്, അതിലൊരു അപ്പൻ അനുദപിച്ച് കുമ്പസാരിച്ചാൽ ആ കുടുംബത്തെക്കുറിച്ച് സ്വർഗത്തെ വലിയ സന്തോഷം ഉണ്ടാവും. അനുദപിച്ചൊരു അമ്മ കുമ്പസാരിച്ചാൽ ആ അനുതാപത്തെക്കുറിച്ച് സ്വർഗത്തെ വലിയ സന്തോഷം ഉണ്ടാവും. അനുദപിച്ച് ആ കുടുംബത്തിലുള്ള ഒരു യുവാവ് കുമ്പസാരിച്ചാൽ ആ കുടുംബത്തെക്കുറിച്ച് സ്വർഗത്തിനൊരു സന്തോഷം ഉണ്ടാവും. എല്ലാവരെ കൊണ്ടും നമുക്ക് പൂർണ്ണ കുമ്പസാരം നടത്താൻ പറ്റില്ല. ഞാൻ എന്ന വ്യക്തി, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതിന് വിചാരിച്ചാൽ അത് സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. അനുദപിച്ച് അച്ഛൻ എന്ന ഞാൻ കുമ്പസാരിച്ചാൽ എന്നെ പ്രതി, എൻ്റെ കുടുംബത്തെ പ്രതി, എൻ്റെ സഭയെ പ്രതി സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. സ്നേഹമുള്ളവരെ, സ്വർഗം സന്തോഷിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ ചെയ്യേണ്ടത്. ഭൂമിയിൽ സന്തോഷിക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ തീരും. എന്നാൽ ഞാൻ നിക്ഷേപം കരുതി വെക്കേണ്ടത് തുരുമ്പോ കീടങ്ങളോ ഒന്നും തകർക്കാത്ത സ്വർഗത്തിലാണ്. സ്വർഗം സന്തോഷിക്കാൻ, സ്വർഗത്തിൽ നിക്ഷേപം കരുതാൻ ഒരു വലിയ കാര്യമാണ് നല്ല ഒരു കുമ്പസാരം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ കൃപ വേണം. ഇങ്ങനെ പറയാറുണ്ട്, വിശുദ്ധിയുടെ മറ്റൊരു വിജയരഹസ്യമാണ് പാപം അത് എത്ര നിസ്സാരമാണെങ്കിൽ വെറുത്തുപേക്ഷിക്കുക. വിശുദ്ധിയുടെ ഏറ്റവും വലിയ ഒരു വിജയരഹസ്യം എന്ന് പറഞ്ഞാൽ പാപം ഏറ്റവും ചെറുതാണെങ്കിലും അത് ഉപേക്ഷിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. ഇന്ന് പലരും അങ്ങനെയല്ല. ഒരിക്കലും ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്, അച്ഛാ കുറച്ചല്ലേ ഞാൻ കഴിക്കുന്നുള്ളൂ, അത് ഇത്രയും വലിയ പ്രശ്നമാണോ? ഇങ്ങനെ ന്യായീകരിക്കുകയാണ്. ചെറുതാണോ വലുതാണെന്നുള്ളത്. നീ എത്ര ചെറുതാണെങ്കിലും നീ ദൈവത്തെ പ്രതി ഒന്ന് ഉപേക്ഷിച്ചാൽ അതൊരു കൃപയല്ലേ. ചില കുട്ടികൾ പറയും, അച്ഛാ എനിക്കിങ്ങനെ പ്രേമമുണ്ട്, അതിങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞാൽ ദൈവം ശരിയാക്കുക, അതൊരു ക്രിസ്ത്യാനിയല്ലേ. സ്നേഹമുള്ളവരെ, ക്രിസ്ത്യാനി പ്രേമിക്കുന്ന തെറ്റ് തന്നെയാണ്. അതിനൊന്നും ഒരു ന്യായീകരണങ്ങളില്ല. നമ്മൾ മറ്റു മതങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ശരിയാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഏറ്റവും ചെറുതാണെങ്കിലും അത് ഉപേക്ഷിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്നേഹമുള്ളവരെ, പാപത്തിൽ നിന്നുള്ള വിശുദ്ധീകരണം എത്ര വേഗത്തിൽ ആകുന്നുവോ അത്ര വേഗത്തിൽ നമ്മളത് ചെയ്യുക. പാപത്തിൽ നിന്ന് നമ്മുടെ വിശുദ്ധീകരണം എത്ര പെട്ടെന്നാകുന്നു അത്ര പെട്ടെന്ന്. സ്നേഹമുള്ള, നീട്ടി വെക്കരുത്. നമ്മൾക്ക് പലപ്പോഴും അറിയാം, ഇതിപ്പോൾ വലിയ പാപമൊന്നുമല്ലല്ലോ, ഒരാഴ്ച കഴിഞ്ഞിട്ട് കുമ്പസാരിക്കും, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ്, ഇങ്ങനെ നീട്ടി വെക്കും. നാളെ നീളെ നീട്ടി വെക്കും. നിന്റെ മരണം നീ അറിയാത്തൊരു രാത്രിയിൽ നിന്നെ വന്ന് വിളിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്കറിയില്ലേ, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക നിന്റെ മരണത്തെ ഓർത്ത് നിന്നെ വിളിക്കാൻ വരും. അന്ന് നീ ഒരുങ്ങിയിരിക്കാത്തതുപോലെ കയ്യിലുള്ള എണ്ണ തീർന്നുപോയ അവസ്ഥയാണ്. കാരണം കൃപയുടെ എണ്ണയില്ല, പാപത്തിൻ്റെ എണ്ണയുമായിട്ട് വെള്ളമൊഴിച്ച് എണ്ണ എത്ര കത്തിച്ചാലും തിരി പൊട്ടിത്തെറിക്കും. കാരണം അതിൽ വെള്ളം ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ അനുദപിച്ച് ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കുക എന്നുള്ളത് വലിയൊരു കൃപയാണ്. നമുക്കറിയാം, ഈജിപ്തിലെ മറിയം എന്ന് പറഞ്ഞൊരു വിശുദ്ധിയുണ്ട്. അവളുടെ ജീവിതത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, വലിയ പാപത്തെ, പ്രത്യേകിച്ച് മാരക പാപമാകുന്ന ലൈംഗിക വ്യഭിചാര തിന്മയിൽ ജീവിച്ചവളാണ്. 12 വയസ്സിൽ ഇറങ്ങി പുറപ്പെട്ടു, 17 വർഷം വ്യഭിചാര ജീവിതം നയിച്ചു.
അങ്ങനെ ജീവിച്ച അവൾ ഒരിക്കൽ കുരിശിൻ്റെ ദേവാലയത്തിൽ ക്രിസ്തു കിടന്ന കുരിശിൻ്റെ സൂക്ഷിക്കപ്പെട്ട ദേവാലയത്തിൽ കടന്നു ചെന്നപ്പോൾ ഒത്തിരി മനസ്സിന് വേദന അനുഭവിച്ച് അവൾ കുമ്പസാരിക്കുകയാണ്. അങ്ങനെ 47 വർഷം അവൾ മരുഭൂമിയിൽ പോയിട്ട് ജീവിച്ചു. അങ്ങനെ സഭയിൽ ഒരു വലിയ കുമ്പസാരക്കൂട്ടിൽ നിന്ന് കിട്ടിയ കൃപയുമായി ജീവിച്ച ഈജിപ്തിലെ മറിയം നമുക്കെല്ലാം ഒരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം, നമ്മൾ ഓർക്കണം. മദ്യപാനികളുടെ വിശുദ്ധനായ സെയിൻറ്റ് മാറ്റ് ഡാബോത്ത് എന്ന് പറഞ്ഞ വിശുദ്ധൻ ഇതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിനൊരു അനുതാപ കൂദാശയാണ് എന്നേക്കുമായിട്ട് മദ്യം എന്ന ഭയങ്കരമായി മദ്യപിച്ച് മാരക അവസ്ഥയിൽ കിടന്ന ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുക. ഇന്ന് മദ്യപാനികളുടെ വലിയൊരു വിശുദ്ധനാണ്. ചെറുതാണെന്ന് നീ ചിന്തിച്ചാൽ നീ വലിയ പാപത്തിൽ വീഴും. നീ ചെറുതാണെങ്കിൽ പോലും അത് വലുതായി കണ്ട് അത് ഏറ്റുപറയുമ്പോൾ അതിനൊരു കൃപയുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവർ, എന്താണ് അനുതാപം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31:6, ഇസ്രായേൽ ജനമേ, നിങ്ങൾ കഠിനമായി മത്സരിച്ച് ഉപേക്ഷിച്ചവൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക. പാപം ചെയ്ത് കഠിനമായി മത്സരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നീ തിരിച്ചു വരിക, ദൈവത്തിലേക്ക് തിരിച്ചു വരിക. നീ ഓടിപ്പോയ സ്ഥലത്തേക്ക്. നമ്മുടെ ധൂർത്തപുത്രൻ തിരിച്ചു വന്നു. ഇതുപോലൊരു തിരിച്ചു വരവ് ഒരു അനുതാപത്തിന് സാധിക്കും, ഒരു നല്ല കുമ്പസാരത്തിന് സാധിക്കും. എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ഒപ്പം ശുശ്രൂഷ ചെയ്യുന്ന ചില മക്കൾ. അതിൽ പലരെയും നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിലും ഇതിലേക്കും കണ്ടിട്ടുണ്ടോ. ഒരു വലിയ ഗുണ്ടയായിട്ട് കുന്നംകുളം ജില്ലയിൽ ജീവിച്ചൊരു മനുഷ്യൻ ഇന്ന് കർത്താവിന് വേണ്ടി ഒരു അനുതാപ കൂദാശയിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. പലരും ജയിൽ പുള്ളികളായി ജീവിച്ചവർ, പലരും ഒത്തിരി പേരെ കൊലപാതകങ്ങളുടെ വഴിയിലൂടെ കടന്നു. ഒരു കുമ്പസാരത്തിൻ്റെ ആഴം ആ വ്യക്തിയിൽ വരുത്തിയ വലിയ മാറ്റങ്ങളുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3:12 കർത്താവ് അരുൾ ചെയ്യുന്നു, അവിശ്വസ്തയായ ഇസ്രായേലെ, തിരിച്ചു വരിക, ഞാൻ നിന്നോട് കോപിക്കുകയില്ല, ഞാൻ കാരുണ്യവാനാണ്. അവിശ്വാസം കാണിച്ച് പാപം ചെയ്ത് നീ എന്നിൽ നിന്ന് അകന്നുപോയി, ഞാൻ നിന്നോട് കോപിക്കില്ല, നീ ഒന്ന് തിരിച്ചു വന്നാൽ മതി, നീ എന്നോട് നല്ല കുമ്പസാരം നടത്താൻ മതിയില്ലേ, ദൈവം നിന്നോട് കരുണ കാണിക്കും. അതാണ് വചനം പറയുന്നത്. ബാറുക്ക് പ്രവാചകന്റെ പുസ്തകം 5:28 പറയുകയാണ്, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ച 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ച, പാപം ചെയ്യാൻ നീ കാണിച്ച ആ ഒരു തീഷ്ണത, അതിനേക്കാൾ 10 ഇരട്ടി തീഷ്ണതയോടെ നീ ഒന്ന് തിരിച്ചു വന്ന് ദൈവം നിനക്ക് കൃപ തരും. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3:7 നിങ്ങൾ എൻ്റെ അടുക്കൽ മടങ്ങി വരുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, യഥാർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കുമ്പസാരക്കൂട്ടിൽ ഒരു വ്യക്തി വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു വരുന്നത്. പലപ്പോഴും കുമ്പസാരത്തെക്കുറിച്ചൊക്കെ ഒത്തിരി പഠിച്ചിട്ടും വളരുന്നവരാണ് ഒരു വൈദികർ. എന്നാൽ പലപ്പോഴും ഒരു കുമ്പസാരക്കൂട്ടിൽ പഠിച്ച കാര്യങ്ങളും നല്ല പലപ്പോഴും പങ്കുവയ്ക്കുക. ദൈവം തന്നെ ഒരു അധരത്തിലൂടെ സംസാരിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു കുമ്പസാരക്കൂട്ടിൽ ഒരു വൈദികനെ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നതായിട്ട് ഓർത്തു പോയിട്ടുണ്ട്. ഒരു പെൺകുട്ടി നല്ലൊരു കുമ്പസാരം നടത്തി, അവളുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയുകയാണ്, എനിക്കും ഒന്നൊരു കുമ്പസാരിക്കാനുള്ളൊരു ആത്മീയ ബോധ്യം തോന്നി ആ കുഞ്ഞിൻ്റെ കുമ്പസാരം കേട്ടപ്പോൾ. സ്നേഹമുള്ളവരെ, കണ്ടോ, ഒരു അനുതാപമുള്ളൊരു കുമ്പസാരം തന്നെ ചിലപ്പോൾ ആ കുമ്പസാരിപ്പിക്കുന്ന വൈദികന് തന്നെ അനുതാപത്തിൻ്റെ കൃപ ഒഴുക്കും. സ്നേഹമുള്ളവർ, നമ്മൾ തിരിച്ചറിയുക നമ്മുടെയൊക്കെ അനുതാപം എങ്ങനെയാണ്. പലപ്പോഴും നമ്മളൊക്കെയും കുമ്പസാരിക്കുന്നത് പല രസകരമായ കാര്യങ്ങൾ. ഞാൻ പലപ്പോഴും ഇങ്ങനെ പ്രസംഗത്തിൽ ഒരു തമാശ രീതി പറയാറുണ്ട്. ചിലരിങ്ങനെ വന്ന് കുമ്പസാരിക്കുന്ന ഒരു തമാശയാണ്, കുമ്പസാരിച്ച കാര്യങ്ങളൊന്നുമല്ല, ഇങ്ങനെ തമാശയായിട്ട് പറയും, നുള്ളിയുണ്ട്, പിച്ചിയുണ്ട്, മാന്തിയുണ്ട്, ഇങ്ങനെയൊക്കെയും വന്ന് കുമ്പസാരിക്കും. അപ്പം ഞാനിങ്ങനെ തമാശയ്ക്ക് പറയും, ഇങ്ങനെ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, അതിന് പൗഡർ ഇട്ടാൽ മതി, കാരണം അത് ചൊറിച്ചിലിൻ്റെ അസുഖം പോലെയുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ കുമ്പസാരങ്ങൾ അങ്ങനെയാണ്, എന്തൊക്കെയോ പറഞ്ഞു വയ്ക്കുന്നു. പലപ്പോഴും നമ്മുടെ പാവങ്ങളൊന്നും പറയില്ല, മറ്റുള്ളവരുടെ പാവം പറയും. ചിലർ കുമ്പസാരിക്കാൻ വരുന്നത്, എനിക്കിങ്ങനെ രോഗമുണ്ട്, എൻ്റെ ഭർത്താവിന് ഇങ്ങനെ രോഗമുണ്ട്, അല്ലെങ്കിൽ മക്കൾക്ക് ഇങ്ങനെ ജോലി കിട്ടിയിട്ടില്ല, മോളുടെ കല്യാണം നടന്നിട്ടില്ല. ഇതൊന്നുമല്ല ഒരു കുമ്പസാരക്കൂട്ടിൽ ഒരു അനുതപിക്കുന്ന ഹൃദയം പറയുന്നു. അനുതാപി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പാപത്തെക്കുറിച്ച് സങ്കടപ്പെട്ട് ദൈവസന്നിധിയിൽ ഈ താപം സ്വന്തമാക്കുന്ന, അല്ലാതെ ജോലി തടസ്സങ്ങളോ രോഗങ്ങളോ അതൊന്നും പറയാനുള്ളതല്ല. അതെല്ലാം ഒരു അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ വ്യക്തിപരമായി പോയി, അച്ഛാ എനിക്കിങ്ങനെ ഒരു രോഗമുണ്ട്, പ്രാർത്ഥിക്കണം. അതൊരിക്കലും ഒരു കുമ്പസാരക്കൂട്ടിൽ, അത് അനുതാപത്തിൻ്റെ, യേശു നിന്നെ കാത്തിരിക്കുന്നവൻ്റെ മുന്നിൽ നിന്റെ ആവശ്യങ്ങൾ പറയാനല്ല, ഞാൻ നിന്നിൽ നിന്ന് അകന്ന വേദനകൾ പങ്കുവെക്കാനുള്ള സ്ഥലമാണ് കുമ്പസാരക്കൂട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എത്ര ക്യാൻസർ രോഗികൾ, എത്ര തകർന്നുപോയ മനസ്സുകൾ ഒരു കുമ്പസാരക്കൂട്ടിൽ എഴുന്നേറ്റപ്പോൾ ഇന്നും ജീവിക്കുന്നുണ്ടെന്നൊരു സാക്ഷ്യമാണ് കുമ്പസാരം. ഇന്ന് ലോകം മുഴുവനും ഈ കൂദാശയെ പിച്ച് ചീന്തുമ്പോൾ തിരിച്ചറിയുക, അതൊരു കൃപയുടെ ആലയമാണ്, ഒരു കൃപയുടെ കൂടാരമാണ് ഒരു കുമ്പസാരക്കൂട്. അവിടെ കടന്നു ചെല്ലുന്ന വ്യക്തിക്ക് വേണ്ടത് അനുതാപം എന്ന ഒരു മനസ്സാക്ഷിയിലുള്ള ഒരു കൃപയാണ്.
പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം പറയാ, കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീ നീട്ടിവെക്കരുത്. കർത്താവിലേക്ക് വരാൻ നീ വൈകരുത്, തിരിച്ചു വരാൻ നീ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത്. പ്രഭാഷകൻ 5:7 വചനം പറയുക. അതുകൊണ്ട് തിരിച്ചു വരവൻ്റെ ഒരു കൃപ വേണം. അനുദപിച്ചില്ലെങ്കിൽ നാശമുണ്ട് സ്നേഹമുള്ളവർ. വചനം തന്നെ നമ്മളെ രേഖപ്പെടുത്തുന്നു. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 2:5, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ നശിക്കപ്പെടും. ശീലോഹ ഗോപുരം വീണതുപോലെ നീ തകർക്കപ്പെടും. വചനം പറയുകയാണ്, അനുദപിച്ചില്ലെങ്കിൽ നിങ്ങളെ എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ചിന്തിച്ചിട്ടും, എത്ര മുട്ടുകുത്തി ജപമാല ചൊല്ലിയിട്ടും, 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടും, 100 ദിവസം കുർബാനയ്ക്ക് പോയിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞ്, നീ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ കൃപ എന്തെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നീ നിന്റെ പാപം ഉപേക്ഷിച്ച് തിരിച്ചു വരുമായിരുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആ കൃപ വേണം. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 21-ാം അധ്യായം 19-ാം വാക്യം, ഫലം തരാത്ത അത്തിവൃക്ഷത്തെ ഉണങ്ങിപ്പോകട്ടെ എന്ന് ദൈവം ശപിച്ചിട്ടുണ്ട്. ഫലം വേണം. അതെന്താണ്? ഫലമുണ്ടാകണമെങ്കിൽ എന്നിൽ കൃപയുണ്ടാകണം. കൃപയുണ്ടാകണമെങ്കിൽ എനിക്ക് അനുതാപം വേണം. വിശുദ്ധീകരണമാണ് ഒരു ഫലം നൽകുന്ന വൃക്ഷത്തിൻ്റെ കൃപ. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 13-ാം അധ്യായം 47-50 വരെ അതിങ്ങനെയാണ്, ചീത്ത മത്സ്യങ്ങളെ പുറത്തെറിഞ്ഞു കളയുന്നൊരവസ്ഥയാണ്. അവർ ഒത്തിരി മത്സ്യങ്ങൾ കടലിൽ നിന്ന് പിടിച്ചു, അതിലെ ചീത്തയായവ എറിഞ്ഞു കളഞ്ഞു. സ്നേഹമുള്ളവരെ, ദൈവം തെരഞ്ഞെടുക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഇടവകയിൽ നിന്ന് ദൈവം തെരഞ്ഞെടുക്കുന്ന വ്യക്തികളുണ്ട്, നല്ല അനുതാപമുള്ള വിശുദ്ധി. കാരണം അവർ ഒത്തിരി പ്രസ്ഥാനങ്ങളൊന്നുമല്ല. ഇടവകയിലോ നാട്ടിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തും ഒരു വലിയ ശുശ്രൂഷ ചെയ്യുന്ന വലിയ കൃപയുള്ള വ്യക്തിയൊന്നും ആയിരിക്കില്ല. എന്നാൽ നല്ല കുമ്പസാരം നടത്തി വിശുദ്ധ ജീവിതം നയിക്കുന്നവർ. അപ്പോൾ ദൈവം പറയാ, ഈ മത്സ്യങ്ങളിൽ ഞാൻ തെരഞ്ഞെടുക്കും. അത് നമ്മൾ നോക്കുന്ന ഈ ലോകത്ത് കാണുന്ന മനോഹരമായ കാഴ്ചകളോ ഭംഗിയുള്ള വ്യക്തിയൊന്നും ആയിരിക്കില്ല. അനുതാപമുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കും. അതുപോലെ സ്നേഹമുള്ളവരെ, മത്തായി ശ്ലീഹയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്, ഓഹരി കൊടുത്ത മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കാരെ നശിപ്പിക്കുന്നില്ല, കൊടുക്കാത്തവർ നശിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവർ, ഓഹരി എന്ന് പറഞ്ഞ് എൻ്റെ പാപത്തിൻ്റെ അവസ്ഥകൾ ഞാൻ അനുതാപത്തോടെ ഏറ്റു പറയുമ്പോൾ എന്നെ ദൈവം നശിപ്പിക്കാൻ വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും പിശാചിൻ്റെ മുന്നിൽ. അതുകൊണ്ടാണ് യൂദാസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 9-ാം വാക്യം പറയുന്നുണ്ട്. ഒരു അധ്യായമുള്ളൂ, 9-ാം വാക്യം ഇങ്ങനെ പറയണം, പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്ത് ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ മിഖായേൽ വേറെ ഒന്നും പറഞ്ഞില്ല, ഇപ്രകാരം പറഞ്ഞു, ദൈവം നിന്നെ ശാസിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം മരിച്ചു കിടക്കുമ്പോൾ മിഖായേലും വരും, പിശാച് വരും. മിഖായേൽ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, പിശാച് നരകത്തിൽ കൊണ്ടുപോകാൻ. പിശാച് മോശയുടെ മേൽ അധികാരം പ്രവർത്തിക്കാൻ നോക്കിയപ്പോൾ മിഖായേൽ പറയുക, ഇത് ദൈവത്തിൻ്റെ മകനാണ്. അവൻ ദൈവം പറഞ്ഞു പാറയിൽ അടിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം അടിച്ചു, രണ്ടാമത് ആജ്ഞാപിക്കാൻ പറഞ്ഞപ്പോൾ ആജ്ഞാപിക്കാതെ അടിച്ചു. അതുകൊണ്ട് അവന് കാനാൻ ദേശം കാണാൻ പറ്റിയില്ല, എന്നാൽ അവൻ അനുദപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്, നമുക്ക് 3 കൂടാരങ്ങൾ കേട്ടോ, ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയായിക്കും എന്ന് പറഞ്ഞ വചനം നമ്മൾ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ മോശ ദൈവസന്നിധിയിലാണ്, അത് പിശാചിനറിയില്ല. നീ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നീ കുമ്പസാരിച്ച പിശാചിനറിയില്ല. അവിടെ മിഖായേൽ നിനക്ക് വേണ്ടി, ദൈവദൂതൻ നിനക്ക് വേണ്ടി പടപൊരുതും. നിന്റെ അനുതാപങ്ങൾ അറിയുന്നൊരു ദൈവം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, 50 പാപം ചെയ്തിട്ട് വെറും 5 പാപം ഏറ്റുപറഞ്ഞ് 45 പാപം മറച്ചു വെക്കുമ്പോൾ നീ തിരിച്ചറിയുക, പിശാചിന് നിന്റെ മേൽ അധികാരമുണ്ട്. അതുകൊണ്ട് ഈ അധികാരത്തെ നമ്മൾ മാറ്റണം. സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക, എൻ്റെ അനുതാപം സ്വർഗത്തിന് സന്തോഷമാണ്. എൻ്റെ അനുതാപത്തിൻ്റെ കൃപ സ്വർഗം ആഗ്രഹിക്കുന്നതാണ്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് വ്യക്തികളെ നോക്കി അനുദപിക്കുന്ന വ്യക്തികൾ. നമുക്കറിയാം, ഇടവകയിൽ കുമ്പസാരിക്കുമ്പോൾ അയ്യോ വികാരിച്ചനാണ്, അച്ഛൻ എന്ത് വിചാരിക്കും, ദൈവം എന്ത് വിചാരിക്കുന്നു എന്നൊരു ചിന്ത ഇന്ന് അനുതാപത്തിനില്ല. വ്യക്തികൾ, സമൂഹങ്ങൾ, അങ്ങനെ നമ്മൾ ഓടി നടക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു തമാശ രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തമിഴ്നാട്ടിൽ പോയി കുമ്പസാരിക്കുക, എന്നിട്ട് മലയാളത്തിൽ കുമ്പസാരിക്കുക, അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരെ ഒന്ന് കേരളത്തിൽ എന്താ കാരണം, ഞാൻ ചെയ്ത വലിയ മാരകമാവും ആരും അറിയരുത്, എന്നാൽ ഇത് എല്ലാം അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയുക. ഒരു തമാശ രീതി പറയുന്നതല്ല, ഇതിനൊക്കെ അവസ്ഥയുണ്ട്. പലതും നോക്കി കുമ്പസാരിക്കുക, പലരുടെയും മുന്നിൽ ഏറ്റുപറയാതിരിക്കുക, അത് വലിയൊരു അപകടമാണ്. ഞാനൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുന്നിൽ പോയി പറയാനുള്ളൊരു മനസ്സാക്ഷി ഉണ്ടെങ്കിൽ അതൊരു വലിയ കൃപയും അഭിഷേകമായി തീരുമെന്ന് ബോധ്യമുള്ളൊരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയുക. സ്നേഹമുള്ളവരെ, ആ ഒരു കൃപ വേണം. അനുദപിച്ചാൽ അത്ഭുതം നടക്കും. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നല്ലൊരു കുമ്പസാരം നടത്തി കുടുംബത്തിൽ അത്ഭുതങ്ങളുടെ പേമാരിയായിരിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒരു അനുതാപത്തിൻ്റെ കൃപ നമുക്ക് വേണം. അനുദപിച്ചാൽ നമുക്ക് സൗഖ്യമുണ്ട്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം,
വരുവിൻ, നമുക്ക് കർത്താവിലേക്ക് മടങ്ങിപ്പോകാം. അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തും. ചീന്തിക്കളഞ്ഞ ചീന്തലുകളെല്ലാം കൂട്ടിവെച്ച് സുഖപ്പെടുത്തുന്നവനാണ് ദൈവം. അനുദപിച്ചാൽ ഐശ്വര്യം തീർച്ചയാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യങ്ങൾ. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധിയും പെയ്ച്ചു തരും. മെതിക്കളത്തിൽ ധാന്യം നിറയും, ചതുപ്പുകളിൽ എണ്ണയും വീഞ്ഞും നിറയ്ക്കും. കണ്ടോ സ്നേഹമുള്ളവരെ, ഒരു വ്യക്തി അനുദപിച്ച് കർത്താവിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവൻ്റെ മെതിക്കളങ്ങളിൽ ദൈവം കൃപ നൽകി, അവന് കൃഷിയിടങ്ങളിൽ ദൈവം വലിയ കൃപ നൽകി. അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ സമൃദ്ധിയുടെ ഒരു ലോകം ദൈവം അവന് വെച്ചു നീട്ടി. പെട്ടെന്നല്ലെങ്കിലും ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കൃപയുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒരു കൃപ നമുക്ക് വേണം. വിശുദ്ധ ഫൗസ്റ്റീന ഇങ്ങനെയാണ്, ഇപ്രകാരമാണ് പറയുന്നത്: എല്ലാം നീ എനിക്കായി സമർപ്പിച്ചു, എങ്കിലും മകളെ നീ നിന്റേതു മാത്രമായിരിക്കുന്ന ഒന്ന് ഇനിയും സമർപ്പിച്ചിട്ടില്ല. നിന്റെ ബലഹീനതയാണത്. ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞ വാചകമാണ്, എല്ലാം നീ എനിക്ക് സമർപ്പിച്ചു എന്ന് നീ പറയുന്നു, എങ്കിലും മകളെ നീ നിന്റേതു മാത്രമായിരിക്കുന്ന ഒന്ന് നീ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അത് നിന്റെ ബലഹീനതയാണ്. പാപം നമുക്കൊരു ബലഹീനതയാണ്. അത് ദൈവത്തിന് കൊടുക്കാത്തോടത്തോളം കാലം നമ്മൾ എന്തെല്ലാം സമർപ്പിച്ചാലും അതൊരു കൃപയായിട്ട് മാറില്ല. സ്നേഹമുള്ളവരെ, ഈ അനുതാപത്തിൻ്റെ കൃപ നമുക്ക് സ്വന്തമാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനുതാപം എന്നത് ഒരു കൃപയായി മാറട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവെ, അനുദപിക്കുന്ന പാപിയെക്കുറിച്ചൊരു സ്വർഗത്തിൽ സന്തോഷമുണ്ടല്ലോ, ഈ ഒരു സന്തോഷം സ്വന്തമാക്കാൻ ഞങ്ങളെ കൃപയാക്കണമേ. ആബാ പിതാവേ, ഈശോയെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഈ ശുശ്രൂഷ വഴി ഒരു അനുതാപത്തിൻ്റെ കൃപയും കരുണയും നൽകി ഒരു അനുതാപ കൂദാശയിലൂടെ ദൈവമഹത്വത്തിൻ്റെ വിടുതലിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൃപ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, പാപികളെക്കുറിച്ച് സ്വർഗത്തിൽ കരയുന്ന അമ്മേ, ഞങ്ങൾ ഓരോരുത്തരെയും അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തിലേക്ക് അടുക്കുവാൻ കൃപ നൽകുവാൻ പ്രാർത്ഥിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.